ഈ കാണുന്നതാണ് ഗെത്സെമൻ തോട്ടം. യേശുക്രിസ്തു പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോര വീർത്തു എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. കൂടാതെ പട്ടാളക്കാർ യേശുക്രിസ്തുവിനെ വിചാരണയ്ക്കായി പിടിച്ചുകൊണ്ടുപോകാൻ വന്നപ്പോൾ യൂദാസ് ഒറ്റിക്കൊടുത്തതും ഇവിടെ വെച്ച് തന്നെയാണ്. ഗാഡ് ഷെമൻ എന്ന വാക്കാണ് പിന്നീട് ഗെത്സെമൻ ആയി മാറിയത്. 2000 വർഷത്തിന് മുകളിൽ പ്രായമായ ഒലിവ് മരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അന്നുണ്ടായിരുന്ന ഒലിവ് മരങ്ങളിലധികവും നശിച്ചു പോയെങ്കിലും പലതും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാതാവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും ഗെത്സെമൻ തോട്ടത്തിൻ്റെ അടുത്താണ്. ജെറുസലേമിൽ കിദ്രോൻ വാലിയിലാണ് ഗെത്സെമൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. 1924 ഇവിടെ ഒരു മൊണാസ്ട്രി സ്ഥാപിക്കുകയുണ്ടായി. അന്ന് യേശുക്രിസ്തു ഇരുന്ന് പ്രാർത്ഥിച്ച കല്ല് ഇപ്പോഴും ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെയും ദുഃഖ വെള്ളിയാഴ്ചകളിൽ ഇവിടെ വച്ച് മലയാളത്തിൽ കുർബാന നടത്താറുണ്ട്.